ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും ജനനം എന്താണ് എന്ന് സംസാരിക്കും എന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തിനാണ് ഈ വീണ്ടും ജനനം, വീണ്ടും ജനിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ ഉപദേശമാണ്. നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആദമിൻ്റെ ഹവ്വയുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവർ ഒരു ചെറിയ പ്രലോഭനത്തിൽ, നമ്മൾ വിചാരിക്കുന്ന വളരെ ചെറിയ പ്രലോഭനമാണ്, നമ്മളിന്ന് നോക്കുമ്പോൾ വീണുപോയി അവർ നിത്യമരണത്തിന് യോഗ്യരായി മാറിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെത്ര വലിയൊരു സീരിയസ് ആയിട്ടൊരു പാപമായിട്ട് ചിന്തിക്കപ്പെടുന്നത്? എന്തായിരുന്നു ആ പഴത്തിൽ തിന്നാനുള്ള കുഴപ്പം? അവിടെയാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ആത്മാവിലുള്ള പുതിയ നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ആ ജീവൻ അനുഭവിക്കാൻ പറ്റാത്തൊരു തലത്തിലേക്ക്, ജീവൻ അനുഭവിക്കാൻ പറ്റാത്തൊരു തലത്തിലേക്ക് അവർ മരണത്തെ, അതായത് ആത്മീക മരണത്തെ അനുഭവിക്കുകയായിരുന്നു. എത്ര വലിയൊരു ഒരു റിസൾട്ടാണ് ആ ചെറിയ പാപം കൊണ്ട്, ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ പാപം കൊണ്ടുണ്ടായത്. കാരണം മനുഷ്യന് ആത്മാവ്, പ്രാണൻ, ശരീരം, 3 ഘടകങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആത്മാവാണ് ദൈവിക ജീവനെ നമുക്ക് തരുന്നത്, കർത്താവിൻ്റെ ചിന്തകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആദമിനും ഹവ്വയ്ക്കും ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിരുന്നത് ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നു. അത് ആത്മാവിലുള്ള ജീവനാണ് അവർക്ക് ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ നൽകിക്കൊണ്ടിരുന്നത്. എന്താണ് നല്ലത്, ചീത്ത എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാവരെയും കുറിച്ചും കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവൻ്റെ ജ്ഞാനമുള്ളവരായി മാറണം. ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമേ ആ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ആ ഒരു ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ ആത്മാവ് നമ്മളെ തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദമിനെ ഹവ്വയെ സംബന്ധിച്ച് ഈ ഒരൊറ്റ അറിവ് മാത്രമേ അവർക്കുള്ളൂ. അതായത് ദൈവം നോക്കിക്കോളും, ദൈവമുണ്ട്, വേറെ ഒന്നും അറിയില്ല. ആരാ ദൈവം എന്നറിയാം, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ദൈവം വേണം. നമുക്കറിയാം, നമ്മൾ ഒരു വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. God becomes the most important factor in our life. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇല്ലയോ, യാത്ര ചെയ്യണോ, എന്തെങ്കിലും, ഇതിനകത്തെല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവമില്ലാതെ ഒന്നും ചെയ്യരുതെന്ന് ആഗ്രഹിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ്, ദൈവം അവൻ്റെ കൂടെ നിൽക്കണം. എന്നാൽ സാത്താൻ ആദമിനോടും ഹവ്വയോടും പറയുന്നത് ഇതൊരു അടിമത്തമെന്നാണ്. കാരണം നിനക്കിഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കും. അപ്പോൾ ദൈവത്തിനത് ഹിതമാണോ, ദൈവത്തിൻ്റെ പ്ലാനാണോ എന്ന് അന്വേഷിക്കാൻ ചിലപ്പോൾ അവന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവൻ്റെ ഇഷ്ടമുണ്ട്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന് ആലോചിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് സാത്താൻ ഇവർക്കത് മനസ്സിലാക്കി കൊടുത്തത്. സാത്താനോട് പറയുന്നത്, നിനക്ക് സ്വന്തമായി നന്മ തിന്മകളെ വിവേചിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു? ഇന്നും അടിമയായി ജീവിക്കുന്നു. ദൈവത്തിന് മാത്രമേ നന്മയും തിന്മയും അറിയുള്ളൂ. ആ മരം ഇവിടെ നട്ടിട്ടുണ്ട്, അതിൻ്റെ പഴങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ തിന്നാൻ നിന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നന്മയും തിന്മയും അറിഞ്ഞ് നീ ഒരു മിടുക്കനായി മാറുവാൻ ദൈവം ശരിക്കും ആഗ്രഹിക്കുന്നില്ല എന്നൊരു ഇംപ്രഷനാണ് സാത്താൻ കൊടുക്കുന്നത്. അപ്പോൾ നന്മയും തിന്മയും അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്താ നല്ലത്, എന്താ ചീത്ത എന്നറിയാൻ വയ്യാത്തൊരു കുട്ടി എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, പേരൻസിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അവന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലും അറിവ് വേണം. സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ തന്നെത്താൻ പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വേണം. അവൻ്റെ ഒരു രാജ്യം ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ പറ്റും. അതായത് ആത്മാവിൻ്റെ ശബ്ദം ഇനി വേണ്ട, ഞങ്ങളിനി പ്രാണൻ്റെ ശബ്ദത്തിൽ, അതായത് നമ്മുടെ ബുദ്ധിയുടെ, വികാരങ്ങളുടെ, നമ്മുടെ തിരിച്ചറിവിൻ്റെ ശബ്ദത്തിൽ ജീവിക്കാം. ശരീരത്തിൻ്റെ പ്രവണതകളനുസരിച്ച് ജീവിക്കാം, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ജീവിക്കാം. ഇതാണ് ശരിക്കും മനുഷ്യനോട് സാത്താൻ കൊടുക്കുന്ന പ്രലോഭനം. നീ ദൈവത്തെ പോലെ ആകും, നീ നിൻ്റെ തന്നെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് നീ എന്ത് ചെയ്യും? നീ തന്നെ നിനക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കും. അവിടെ എല്ലാം നീ ദൈവത്തിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല. ഇതാണ് അവിടെ നടന്ന പാപം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാതെ, ദൈവം ആരെന്നറിയാതെ, ദൈവത്തെ ഭയപ്പെട്ട്, ശരിയായ ഭയമല്ല, തെറ്റായ ദൈവത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്ത
ഒരാൾ ദൈവത്തെ എങ്ങനെ പേടിക്കുന്നു അതുപോലെ ദൈവത്തെ പേടിച്ചിട്ട് ഇവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള പല പരിപാടികൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് മതം ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മാവ് ഉള്ളിൽ നിന്ന് അണഞ്ഞു പോയതുകൊണ്ട് അതൊരു മെഴുകുതിരി പോലെ നിങ്ങൾ സങ്കല്പിച്ചാൽ, നമുക്ക് സ്വർഗീയ വെളിച്ചം തരുന്നതിന് മെഴുകുതിരി അണഞ്ഞു പോയപ്പോൾ അതിനെയാണ് നമ്മൾ ആത്മീക മരണം എന്ന് പറയുന്നത്. ഈ ആത്മീക മരണം പ്രാപിച്ച മനുഷ്യൻ ഒന്നാമത് സംഭവിക്കേണ്ടത് വീണ്ടും ജനനമാണ്. അതായത് അവൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കണം. മരിച്ചു കിടക്കുന്ന സാധനം എഴുന്നേക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിവുള്ള ആകെ മനുഷ്യൻ ജീവൻ പ്രാപിക്കണം. അപ്പോൾ ഈ ഒരു ജീവൻ പ്രാപണമാണ് നമ്മൾ വീണ്ടും ജനനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാനുള്ള, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനുള്ള കപ്പാസിറ്റി അത് ഇന്ന് വീണ്ടും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമേ നമുക്ക് ശരിക്ക് ക്രിസ്തു ആരാന്ന് വെളിപ്പെട്ട് വരികയുള്ളൂ. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ജീവൻ, അതായത് ആത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ജീവൻ്റെ പുനഃസ്ഥാപനമാണ്, യഥാസ്ഥാപനമാണ്. അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ റീജനറേഷൻ അല്ലെങ്കിൽ വീണ്ടും ജനനം നമ്മളെ കാറ്റുപോലെയാക്കുന്ന, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചതാണ്. കാറ്റുപോലെ നമ്മളെ മാറ്റുന്നത്, അതായത് ന്യൂമാറ്റിക് ക്യാരക്ടർ നമുക്ക് തരുന്ന. ഇന്ന് നമ്മൾ മിക്കവാറും ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നത് ഈ ഉന്മാദാവസ്ഥയാണ്. അതായത് ആളുകൾ പെട്ടെന്ന് കൺട്രോൾ നഷ്ടപ്പെടുന്നു, ആളുകളുടെ തെറിച്ചു പോകുന്നു, അവർക്ക് തന്നെ സുബോധമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു അബറേഷനാണ്. ആത്മാവ് കൃപാവരങ്ങളെ നൽകുന്നുണ്ട്, ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ആത്മാവ് നമുക്ക് തരുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരാൻ, അതായത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കാനും അതിൻ്റെ നീതിയിൽ പ്രശംസിക്കാനും നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഒന്നാമത് തരേണ്ടത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. ആ ലൈഫാണ് നമ്മളെ ശരിക്കും കർത്താവിൻ്റെ മക്കളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാറ്റി നിർത്തുന്നത്. അതല്ല നമ്മൾ എത്ര ഉയരത്തിൽ ശബ്ദമുണ്ടാക്കുന്നു അത് ആത്മാവല്ല, ആത്മാവാകണമെന്നില്ല. ആത്മാവ് എപ്പോഴും ദൈവികമായൊരു സ്വഭാവം നമുക്ക് തരുന്ന ആത്മാവാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നുള്ള പ്രൈമറി ഡോക്ടറിനെ വിട്ടിട്ട്, ഉപദേശത്തെ വിട്ടിട്ട് നമ്മളെപ്പോഴും പോകുന്നത് ഈ സൗണ്ടിൻ്റെ പുറകെയാണ്. അതായത് ഒത്തിരി ശബ്ദമുണ്ടാക്കുന്ന അതാണ് ആത്മാവെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉന്മാദം ഉണ്ടാക്കാൻ, നമ്മുടെ ഉള്ളിൽ ഉന്മാദം ഉണ്ടാക്കാൻ ആത്മാവ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് നല്ലൊരു താളത്തിൻ്റെയൊരു പാട്ട് കേട്ടാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ മതി. ഉന്മാദം എന്ന് പറയുന്നത് മനുഷ്യന് അവൻ്റെ സെൻസസിനെ, അതായത് ഇന്ദ്രിയങ്ങളെ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതൊരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. അവൻ കാണുന്നതിൽ കവിഞ്ഞ് പ്രശംസിക്കുക, ചെവിക്കകത്തോടെ വരുന്ന ശബ്ദങ്ങളിൽ ഒരു താളം കണ്ടെത്തുക, ബ്രെയിൻ അതിനോട് അഡാപ്റ്റ് ആവുക. അപ്പോൾ അങ്ങനെയുള്ള സ്വാധീനങ്ങളിൽ പെടുന്നത് അങ്ങനെയാണ് ഈ ഉന്മാദം മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിനെ അങ്ങനെ പല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ അവനിൽ വസിക്കും എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, അതായത് കർത്താവ് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. കർത്താവ് ഒരാളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റും. അതിനെ നിഷേധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ജീവൻ എന്ന് പറയുന്നൊരു പ്രൈമറി പർപ്പസ് ഇന്ന് ഒരിടത്തും ആത്മാവിനെക്കുറിച്ച് കാണാൻ പറ്റുന്നില്ല. പലരോട് ചോദിക്കാറുണ്ട്, അവിടെ ഉണർവ് നടക്കുന്നു, ഇവിടെ ഉണർവ് നടക്കുന്നു, ഇതിനെക്കുറിച്ച് എന്തൊക്കെ അഭിപ്രായം എന്താ? അവിടെയൊന്നും ദൈവിക ജീവൻ്റെ ഒരു വെളിപ്പെടുത്തലോ പ്രസംഗമോ പോലും കാണാത്തത് കൊണ്ടും ക്രിസ്തു ഇന്നും അവർക്ക് അൺഅട്രാക്റ്റീവ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. യേശുക്രിസ്തു ഇന്ന് പല ആളുകൾക്കും അനാകർഷണീയനാണ്. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലൊന്നും നമുക്ക് ആഗ്രഹമുള്ള വേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അനാകർഷണീയമായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫിലിപ്പ് ലേഖനത്തിലൊരു വാക്യമുണ്ട്, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരും എന്നുള്ളൊരു വാക്യമുണ്ട്. ആ ഒരൊറ്റ വാക്യം സത്യമാണ്. നമ്മളെല്ലാം ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളെ ദൈവം സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അത് വെച്ചൊരു തിയോളജി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതല്ല ദൈവശാസ്ത്രം. വേദശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ജീവൻ. ആ ജീവൻ ആണ് അതിൻ്റെ ഫോക്കസ്. അത് ഫോക്കസ് ആകാത്തിടത്തോളം കാലം അത് ഏത് വലിയ സംഘമായാലും 10,000 കൂടുന്ന സംഘമായാലും അവിടെ ദൈവത്തിൻ്റെ ആത്മാവല്ല ഉള്ളത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ ഒന്നാമത് ചെയ്യുന്നത് ക്രിസ്തുവിനെ നമുക്ക് നൽകുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നമുക്ക് നൽകുന്ന ഒരു ആത്മാവല്ല എങ്കിൽ, യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത ഒരു ആത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവല്ല, അതൊരു മസ്തിഷ്ക പ്രക്ഷാളനമാണ്, അല്ലെങ്കിൽ ഒരു ആചാരപരമായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഉന്മാദമാണ്. അതല്ലാതെ ദൈവവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ദൈവവുമായി ബന്ധമുണ്ടാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റണം.
പ്രിയ സഹോദരങ്ങൾ, ഈ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാറ്റിനെയും കർത്താവിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റുന്ന ഒരു ജീവനാണത്. ഇത് എല്ലാ സമയത്തും പറ്റുന്നില്ലാത്തതിന് കാരണം നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത കാരണമാണ്. പക്ഷേ ദൈവിക ജീവൻ നമ്മളിലുണ്ടെങ്കിൽ വി വിൽ ബി എംപതറ്റിക് ടു ഗോഡ്. അതാ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹമാണ് അതിൻ്റെ പ്രൈമറി എലമെൻറ്റ്. എമ്പതിയും സ്നേഹവുമാണ് ശരിക്കും ഏറ്റവും അടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എമ്പതിയും സ്നേഹവും ഏതാണ്ട് ഒന്ന് തന്നെയാണ്, വളരെ ക്ലോസ് ആണ്. എനിക്കൊരാളുടെ എമ്പതൈസ് ചെയ്യാതെ അയാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അയാളുടെ ഷൂസിൽ കയറി നിൽക്കാതെ അയാളുടെ വേദന എന്തെന്ന് എനിക്കെൻ്റെ വികാരങ്ങളിൽ അനുഭവിക്കാതെ എനിക്കൊരിക്കലും അയാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് ഈ മക്കളെ കാണുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരെ കാണുന്നത്? നിൻ്റെ ശത്രുവായിട്ട് നീ വിചാരിക്കുന്ന ആളെ ദൈവം എങ്ങനെയാണ് കാണുന്നതെന്ന് നീ അറിഞ്ഞിരിക്കണം. കാരണം ദൈവത്തിൻ്റെ കാഴ്ചകൾ വ്യത്യാസമാണ്. അത് ആത്മാവിന് മാത്രം നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴിയാണ്. അതാണ് കർത്താവ് നിക്കോദെമോസിന് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ, കാറ്റ് അതിനിഷ്ടമുള്ളവർ തൂതുന്ന പോലെ കാറ്റ് പോലെ നിങ്ങളാകാതെ, അതായത് ആത്മനിയന്ത്രണത്തിലേക്ക് നിങ്ങൾ വരാതെ, ആത്മാവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ സ്പിരിച്വലാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല, നിങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് പറയുന്നതിലും കാര്യമില്ല. ഈ കരിസ്മാറ്റിക് എക്സ്പീരിയൻസുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതെപ്പോഴും ഈ പുറമേ ഉള്ളതിനെയാണ് അത് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. നമ്മൾ നല്ല ആരാധനയായിരുന്നു, എന്താണ് സംഭവിച്ചത് അത് അവർക്ക് ഓർമ്മയില്ല. നല്ലതായിരുന്നെന്ന് മാത്രം അറിയാം. കാരണം ഉന്മാദം എപ്പോഴും ആളുകൾ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഉന്മാദത്തിനകത്തൊരു ലഹരിയുണ്ട്. ഇതാണ് ആരാധന എന്നാണ് പല ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉന്മാദത്തിന് ഉണ്ടാകുന്ന ലഹരിയല്ല, ആ നിർവൃതിയല്ല, അതല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതാണ്. നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും അല്ല വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആരാധ്യനായ ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുന്നതാണ് ആരാധന. അത് നമ്മളെന്തെങ്കിലും അനുഭവിക്കുന്നതല്ല ആരാധന. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്ന ആത്മാവ് സാധിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ പെർസ്പെക്റ്റീവും ജീവനും നമുക്ക് ലഭിക്കുകയാണ്. കർത്താവ് ചിന്തിച്ച പോലെ ചിന്തിക്കുകയാണ്. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ എടുത്ത് വചനം കേൾക്കാനുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ശുശ്രൂഷകർ, ഇന്നത്തെ കേരളത്തിലെ ശുശ്രൂഷകരിൽ വലിയൊരു പങ്കും ഞാൻ എടുത്ത് പറയട്ടെ, ഇതൊരു സാമ്പത്തിക ഉന്നമനത്തിനുള്ള കാര്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും ഇല്ലാത്തടത്തേക്ക് പോവുകയില്ല. അതായത് ആളുകൾ വചനം കേൾക്കാത്ത സ്ഥലത്തേക്ക്, അവിടെ നിന്നാലും കാശ് തരാനില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഓർഗനൈസ് ചെയ്യണം. നമ്മളൊക്കെ ഇപ്പം ഞാനൊരു സുവിശേഷകനെ വിളിച്ച് പ്രസംഗിപ്പിക്കണമെങ്കിൽ ഞാനൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അതിനുള്ള സാമ്പത്തികം ഉണ്ടാക്കി വയ്ക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഇവർ വരുള്ളൂ. അപ്പോൾ ഈ ഞാനായിട്ട് ചെന്ന് നടത്തുന്നില്ല. അതായത് നിങ്ങൾ ആരെങ്കിലും ഓർഗനൈസ് ചെയ്ത് എന്നെ വിളിക്കണം, എന്നിട്ട് പൈസ തരണം, എങ്കിൽ മാത്രമേ പോവുള്ളൂ. ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്രിസ്തു അങ്ങനെ ആയിരിക്കുമോ? ഇല്ല. യേശുവിൻ്റെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിൻ്റെ മൈൻഡ് ഇവരെ അന്വേഷിച്ച് പോകുന്നൊരു മൈൻഡാണ്. അതൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ട് വന്ന് പ്രസംഗിക്കുന്ന മൈൻഡല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ഇത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്നോട് പലരും പറയാറുണ്ട്, ഞങ്ങളൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയും, എന്താണ് ഓർഗനൈസ്? നിങ്ങളവിടെ ഉണ്ടല്ലോ, എനിക്കതിന് കാശും തരണ്ട എന്ന് ഞാൻ പലരും പറയാറുണ്ട്. കാരണം ഇത് പരസ്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വർക്ക് എന്നെ ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്, ആ ദൈവത്തിൻ്റെ കണ്ണോടെ നമ്മളിത് കാണണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുള്ളിൽ ഉണ്ടാകണം. കമന്ന് കിടന്നാൽ കാൽപ്പണം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒത്തിരി ചൊല്ലുകൾ മലയാളത്തിലുണ്ട്. ദീപസ്തംഭം മഹാശരി എനിക്കും കിട്ടണം പണം എന്ന് പറയുന്നതല്ല, മിനിസ്ട്രിക്കകത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും അത് ക്രിസ്തുവിൻ്റെ മനസ്സല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്, നിങ്ങൾ എത്ര ഉയരത്തിൽ ചാടിയാലും, നിങ്ങൾ എത്ര തുള്ളി മറിഞ്ഞാലും, എത്ര ഉന്മാദത്തിൽ നിങ്ങളുടെ ബോധം പോയാലും, മണിക്കൂറോളം അങ്ങനെ കിടന്നാലും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം. ആ ക്രിസ്തുവിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത്. ഇത് തരുന്നത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇഫ് യു ആർ ബോൺ അഗെയിൻ യു വിൽ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെന്ന് എടുത്ത് വേദപുസ്തകത്തിൽ പറയുന്നത്. അതായത് നമുക്ക് ആ മൈൻഡ്, നമ്മൾ പെർഫെക്റ്റായിട്ട് വളർന്ന് ക്രിസ്തുവിനെ പോലെ ആയിട്ടൊന്നും ഇല്ലെങ്കിലും ആ മൈൻഡ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഓരോരുത്തരെയും ആ ഒരു കർത്താവിൻ്റെ വെളിച്ചത്തിൽ കാണാനുള്ളൊരു മൈൻഡാണ് ആ ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഈ രക്ഷാശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. നമ്മൾ എത്ര വലിയവരായി, നിങ്ങൾ എത്ര വലിയവരായാലും, എത്ര വർഷമായിട്ട് ക്രിസ്ത്യാനിറ്റിയുണ്ട്, പ്രസംഗിക്കുന്നവരാണ്, ശുശ്രൂഷിക്കുന്നവരാണ് എങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീണ്ടും ജനിച്ചവരാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. കാരണം ക്രിസ്തുവിൻ്റെ ജീവനാണ് ആത്മാവ് നമ്മളിലേക്ക് പകരുന്നത്. അതിനെയാണ് നമ്മൾ പുതുജനനം അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു മൈൻഡുള്ളവരായിട്ട് മാറ്റുക നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതാണ് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ വീണ്ടും ജനനം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ
ആ വീണ്ടും ജനനം നമ്മളെ 2 പ്രധാനപ്പെട്ട സ്പിരിച്വൽ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് വീണ്ടും ജനനമാണ്. അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാനസാന്തരം, മറ്റൊന്ന് വിശ്വാസം. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഇതൊരേ കാര്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്ത് ബന്ധമാണ് മാനസാന്തരവും വിശ്വാസം തമ്മിലുള്ളത്? ഞങ്ങൾ പണ്ടെങ്ങാണ്ട് മാനസാന്തരപ്പെട്ടതല്ലേ, എത്ര വർഷമായി മാനസാന്തരപ്പെട്ടത്, ഇപ്പം ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വേറെ, മാനസാന്തരം എന്ന് പറയുന്നത് വേറെ. ഇത് ആണ് നമുക്ക് പറ്റിയേക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. വി ഹാവ് മിസ്ഇൻ്റർപ്രറ്റഡ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഈ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ മിസ്ഇൻ്റർപ്രിറ്റേഷൻ, ദുർവ്യാഖ്യാനമാണ്. എന്താണ് ഫെയ്ത്ത് എന്നുള്ളത്? ഇന്ന് ഈ പലതരം ഡീനോമിനേഷൻസ് നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ട് അനേകം ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു ഡീനോമിനേഷനിലുള്ള എൻ്റെ ഫെയ്ത്താണ് എൻ്റെ ഫെയ്ത്ത്, അതാണ് ദൈവം കാണുന്ന വിശ്വാസം. ഇപ്പോൾ പെന്തക്കോസ്തുകാരനാണെങ്കിൽ പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിശ്വസിച്ച് ചർച്ചിൽ പോയി ദൈവമുണ്ടെന്ന് വിശ്വസിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വിശ്വാസം എന്താണ്, മാനസാന്തരം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാതെ ഇന്ന് പല ആൾക്കാരും തെറ്റായ രീതിയിലാണ് അത് കാണുന്നത്. ഡീനോമിനേഷണൽ ഫെയ്ത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ഓരോ ഡീനോമിനേഷനിൽ വിശ്വസിക്കുന്നു അതാണ് ഫെയ്ത്ത് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ബ്രദറുകാർ പറയുന്നില്ല, ബാപ്റ്റിസ്റ്റുകാർ പറയുന്നില്ല, പെന്തക്കോസ്തുകാർ പറയുന്നു ഇന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കാം. ഓക്കെ, വിശ്വസിച്ചു. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് നമ്മൾ വിശുദ്ധരാകുമോ? ഇല്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഫെയ്ത്ത് എലോൺ എന്ന് പറയുന്നില്ല, എന്താ കാര്യം? ഫെയ്ത്ത് എലോൺ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുറച്ച് പ്രവൃത്തി കൂടെ വേണ്ടേ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ ഫെയ്ത്ത് എന്തെന്ന് മനസ്സിലാത്തതുകൊണ്ടാണ്. ഫെയ്ത്തിനെ വളരെ ദുർബലമായാണ് ഇന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഡിനോമിനേഷനിൻ്റെ പ്രമാണങ്ങളെ അംഗീകരിക്കുന്നതല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം കർത്താവ് രക്ഷപ്പെടുത്തി തരുമെന്ന് വിശ്വസിക്കുന്നതല്ല. ഫെയ്ത്ത് എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, അപ്പോൾ ക്രിസ്തുവിനെ നേടിത്തരുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നെങ്കിൽ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതാണ് വിശ്വാസ ജീവിതം. ഗലാത്യലേഖനം 2:20 പറയുന്നു, ഞാൻ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത്, ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ച് തന്ന ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പം ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നതും നമ്മളെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും എന്നുള്ള ഫെയ്ത്ത് അല്ല, ആ ലൈഫും അല്ല. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നു എന്നുള്ള ലൈഫ്, അതാണ്. ഇപ്പം ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്, അങ്ങോട്ടാണ് ഫെയ്ത്ത് വരുന്നത്. അപ്പോൾ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങളല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിലും യേശു ക്രിസ്തു നമുക്ക് നമ്മുടെ ജീവനായി മാറുന്നു, നമ്മുടെ എല്ലാമായി മാറുന്നു. ആ കർത്താവിനോടുള്ള ദാഹത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മാനസാന്തരം എന്താണ്? എന്നെ തള്ളിക്കളയുന്നതാണ് മാനസാന്തരം. ഞാൻ വേണ്ട, ഐ ആം അൺവർത്തി, എൻ്റെ നീതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഗുണവുമില്ലാത്തതാണ്. അത് എൻ്റെ ഉള്ളിൽ ബോധ്യമായി വരുമ്പോഴാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത്. ഞാൻ പല ആൾക്കാരും മാനസാന്തരം വിചാരിക്കുന്നത് പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു, കണ്ടുപിടിക്കുമായിരുന്നു, സിനിമാ കോട്ടകൾ നടക്കുമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി മേലെ അത് ചെയ്യത്തില്ല, ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് പുതിയ നിയമ മാനസാന്തരം അല്ല, ഇത് പോരാ, ഇതൊന്നും ആയില്ല. ഇത് നമ്മുടെ ചില പ്രവൃത്തികളെക്കുറിച്ച് നമുക്കുണ്ടായ ദുഃഖമാണ്. നമ്മളെക്കുറിച്ചാണ് നമുക്ക് ദുഃഖം ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതം ആപ്പ് ചെയ്ത പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ കയ്യിലിരിപ്പ് മുഴുവൻ പ്രശ്നമാണ്. നമ്മുടെ ജഡം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം പാപം തന്നെയാണ്. എല്ലാം സ്വയനീതിയിൽ അധിഷ്ഠിതമായി, നാർസിസിസത്തിൽ അധിഷ്ഠിതമായതാണ്. അതായത് തന്നെത്താനുള്ള സ്നേഹത്തിൽ നിന്ന് അധിഷ്ഠിതമായതാണ്. ഇത് മനസ്സിലാക്കി എനിക്കൊരു നന്മയും ചെയ്യുവാൻ കഴിവില്ലെന്ന് മനസ്സിലാക്കുകയും ഞാൻ എന്നെ തന്നെ വിട്ടുകളയുകയും ചെയ്തിട്ട് ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്ന, കർത്താവിനെ നോക്കുന്ന ആ ഫെയ്ത്തിനെയാണ് ശരിക്കും രക്ഷാകരമായ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മാനസാന്തരവും ഫെയ്ത്തും ഒന്നിച്ച് നമ്മളിൽ വർക്ക് ചെയ്യുന്നു. ഫെയ്ത്ത് തന്നെയാണ് മാനസാന്തരം. ഫെയ്ത്ത് ആണ് മാനസാന്തരത്തെ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഉള്ളിൽ മാനസാന്തരത്തെ ഉണ്ടാക്കുന്നത്. അതായത് ഐ ഹാവ് സീൻ സംതിങ് ബ്യൂട്ടിഫുൾ, ഞാൻ എന്തോ മനോഹരമായതൊന്ന് കണ്ടിരിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു തന്നെയാണെന്ന് പറയുമ്പം കർത്താവ് എങ്ങനെ ചിന്തിക്കുമോ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എനിക്ക് വിശ്വാസത്താൽ നീങ്ങുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ രക്ഷയുടെ അടിസ്ഥാനമാണ്. ഇവിടെയാണ് ആ അടിസ്ഥാനം കിടക്കുന്നത്. അതായത് ക്രിസ്തു എന്ന അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നത് വീണ്ടും ജനനത്തിലൂടെയാണ്. ഈ വീണ്ടും ജനനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തു എനിക്ക് രക്ഷകനും കർത്താവുമായി വന്നിരിക്കുന്നു. അവൻ എനിക്കായി മരിച്ച് പുനരുത്ഥാനം ചെയ്ത് എനിക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, കർത്താവാണ്. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ഇത് മാനസാന്തരം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്നുള്ളത് എൻ്റെ ഫെയ്ത്തുമാണ്. ഇത് രണ്ടും ഒന്നില്ലാതെ മറ്റൊന്നില്ല. എന്നെ തള്ളിക്കളയാതെ ക്രിസ്തു ജീവിക്കുന്നില്ല. റിപ്പൻറ്റൻസ് ഇല്ലാതെ ഫെയ്ത്ത് ഇല്ല, ഫെയ്ത്ത് ഇല്ലാതെ റിപ്പൻറ്റൻസ് ഇല്ല. ഇത് രണ്ടും എപ്പോഴും ഒന്നിച്ച് തന്നെ വരണം. നിങ്ങളുടെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇത് റിപ്പൻറ്റൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. മാനസാന്തരവുമായിട്ട് അതിനൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ?
ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശരിയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഞാനല്ല എന്ന് പറഞ്ഞാലേ ഞാൻ പിന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് പോകുന്നുള്ളൂ. ഞാൻ കുറച്ചുകൂടെ നന്നാകാം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ നന്നാകില്ല, എന്നെ വിട്ടുകളഞ്ഞു, എനിക്ക് ക്രിസ്തു എന്ന പകരക്കാരൻ ആവശ്യമാണ്. അതായത് ഞാൻ ഇന്ന് എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഉണ്ടാകുന്നൊരു സാഹചര്യം നിൽക്കുമ്പം, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ വസിക്കേണ്ടതും വെളിപ്പെടേണ്ടതും. ക്രൂശിലൂടെ എല്ലാം ഞാൻ എൻ്റെ മരണം ആസ്വദിക്കുകയും അവൻ്റെ മരണത്തിൽ പങ്കാളിയാവുകയും അവൻ്റെ ജീവനെ ഞാൻ ആഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഫെയ്ത്ത് ചെയ്യുന്നത്. ഫെയ്ത്ത് ഈസ് എ വെരി പവർഫുൾ വേർഡ്. അത് വീണ്ടും ജനനത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു അത്ഭുതമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അതിവിശിഷ്ട വിശ്വാസം. ഈ മറ്റ് വിശ്വാസങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരുമെങ്കിലും ഈ വിശ്വാസം ദൈവം നമ്മൾ ഉളവാക്കിയാൽ മാത്രമേ വരികയുള്ളൂ. ഈ വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത്. ഈ വിശ്വാസമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈ വിശ്വാസത്തിലൂടെയാണ് ദൈവം നമ്മളെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും അവസാനം ക്രിസ്തു എന്ന അതിമഹത്തായ പ്രതിഫലം ആകുന്ന സ്വർഗീയ തേജസ്സിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നത് ഈ വിശ്വാസമാണ്. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നോക്കുമ്പോൾ ഈ വിശ്വാസം എന്ന ശബ്ദത്തിന് എത്രമാത്രം വ്യതിചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വ്യതിചലനം കാരണം നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം നയിക്കാൻ തന്നെ സാധിക്കുന്നില്ല. പല ആളുകളും വിചാരിക്കുന്നത്, ബ്രദറെ ഞാൻ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ ആരോട് പൈസ ചോദിക്കാറില്ല, ഞങ്ങൾ രോഗം വന്ന ആശുപത്രിയിലൊന്നും പോകാറില്ല, ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് നടത്തി തരും, അതാണ് വിശ്വാസ ജീവിതം എന്ന് വിചാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പൈസ എവിടെ നിന്ന് മേടിക്കുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ആശുപത്രി പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. ഇതെല്ലാം ഈ ലോകത്ത് തീർന്നു പോകുന്ന കാര്യങ്ങളാണ്. ഉപയോഗത്താൽ ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങളെന്നാണ് കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത്. ഉപയോഗത്താൽ ക്ഷയിച്ചു പോകുന്ന കാര്യങ്ങളിലല്ല ഫെയ്ത്ത് ഇരിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ള ആ സത്യത്തിലേക്കാണ് ഫെയ്ത്ത് നമ്മളെ എത്തിക്കുന്നത്. അപ്പം ഇല്ലാത്ത സാഹചര്യമായാലും ഉള്ള സാഹചര്യമായാലും, ഇപ്പം ഉള്ള സാഹചര്യം ഇഷ്ടം പോലെ പൈസയുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനല്ല, ക്രിസ്തു അത്ര. അപ്പോൾ എനിക്ക് ആ സമ്പത്തിനോടുള്ള മനോഭാവം ക്രിസ്തുവിന് സമ്പത്തിനോടുള്ള മനോഭാവമായിട്ട് മാറുന്നത്. അതിന് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന സമ്പത്ത് കൊണ്ടുവരാനുള്ള കാര്യമല്ല. ഫെയ്ത്ത് എന്ന് പറയുന്ന സമ്പത്തിനെ ക്രിസ്തു എങ്ങനെ കണ്ടോ അതേ മനസ്സോടെ എനിക്കും നോക്കാൻ എന്നെ സഹായിക്കുന്ന ആ കാര്യത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. സോ ഐ എം ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ബൈ ദിസ് ഫെയ്ത്ത് വിച്ച് ഗോഡ് ഗിഫ്റ്റഡ് മീ. ദൈവം എനിക്ക് ദാനമായി തന്ന വിശ്വാസത്താൽ ഞാൻ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് ഓരോ നിമിഷവും അനുരൂപമായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫെയ്ത്ത് നമ്മളെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും തേജസ്സിലേക്ക്, അത്യത്ഭുതമായ ദൈവിക തേജസ്സിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരവും കണ്ടത്, ഒന്ന്, നമ്മൾ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് ലോകത്തെമ്പാടുമുള്ള സുവിശേഷത്തിൻ്റെ വിളി അനുസരിച്ച് നമ്മൾ വിശ്വാസത്താൽ അതിനോട് പ്രതികരിച്ച് അതൊരു എഫക്റ്റീവ് കോളിങ്ങിൻ്റെ ഫലമായി നമ്മൾ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച്, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ജനിച്ച്, അതായത് കർത്താവിൻ്റെ മക്കളായി ജനിച്ച് വിശ്വാസമുള്ളവരും മാനസാന്തരപ്പെടുന്നവരുമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഇതുവരെയും നമ്മൾ കണ്ടത്. ഈ മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഒരിക്കലും നിങ്ങൾ പറയരുത്, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാൻ എന്നാണ് മാനസാന്തരപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസാന്തരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ജീവിതം തീരുന്നവരെ, നമ്മൾ ഈ മോമെൻ്റ് ഇവിടെ അവസാനിക്കുന്നവരെ ഈ മാനസാന്തരം ക്രിസ്തുവിന് അനുരൂപമായി എന്നെ തന്നെ വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ആ ഒരു റിപ്പൻറ്റൻസ് നമ്മൾ മരിക്കുന്നവരെ നമുക്കുണ്ടായിരിക്കണം. വൺസ് ദ റിപ്പൻറ്റൻസ് സ്റ്റാർട്ട്സ് ഇൻ യു, ഇറ്റ് ഗെറ്റ്സ് ഓവർ ഓൺലി വെൻ യു ഡൈ. മരിക്കുന്ന മോമെൻറ്റിൽ മാത്രമേ നമുക്ക് റിപ്പൻറ്റൻസ് തീർന്നു പോകുന്നുള്ളൂ. അതുവരെയും നമ്മൾ മാനസാന്തരം എന്ന് പറയുന്ന നമ്മുടെ അനുഭവമാണ്. അത് വളർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നലെ മാനസാന്തരപ്പെട്ടതിനേക്കാളും ഇന്ന് നമ്മൾ മാനസാന്തരമുള്ളവരായിരിക്കണം. അത് നമ്മളിൽ നിന്ന് അകലുന്നവരായിരിക്കണം, ക്രിസ്തുവിലേക്ക് നോക്കുന്നവരായിരിക്കണം, നമ്മളെ വിട്ടുകളയുന്നവരായിരിക്കണം. വി നീഡ് ടു റിഗ്രറ്റ് അബൌട്ട് അവർ ഓൾ ബീയിങ്. ഞാൻ കുറേ തെറ്റ് ചെയ്ത് അതിനെ റിഗ്രറ്റ് ചെയ്യുന്നുള്ളതല്ല, ഞാൻ എന്നെ തന്നെ പകയ്ക്കുന്നു. ഇത് ബൈബിളിലൊരു പ്രധാനപ്പെട്ട വാക്യമാണല്ലേ, നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച്, അതാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് ട്രസ്റ്റ് മൈസെൽഫ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മാനസാന്തരം. ജോൺ ഓവൻ എന്ന് പറയുന്ന ഒരു പഴയ ഒരു ദൈവഭക്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഒരാൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനിൽ നിന്ന് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിലാക്കലുകളെയും നമ്മുടെ ഞാൻ മതി എന്നുള്ള ചിന്തയെയും എടുത്ത് ദൂരെ മാറ്റി കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും ക്രിസ്തു മതി എന്നുള്ള ആ സഫിഷ്യൻസിയിലും പ്രവർത്തിപ്പിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എത്ര മനോഹരമായ നിർവചനം! ഈ നിർവചനമൊക്കെ ഇന്ന് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധന്മാർ എഴുതി വെച്ചിരുന്ന നിർവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. അപ്പോൾ ഫെയ്ത്ത് ശരിക്കും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പൻറ്റൻസ് ആണ്. അതായത്
എൻ്റെ റിസോഴ്സസും എൻ്റെ ആശ്രയത്വവും എനിക്ക് എന്നോടുള്ള അപ്രീസിയേഷനും എല്ലാം ഇല്ലാതായി പോവുകയാണ്. അതായത് എൻ്റെ ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും എല്ലാം ഇല്ലാതായി പോയിട്ട് ശൂന്യമാക്കപ്പെട്ടിട്ട്, അതായത് എൻ്റെ റിസോഴ്സ് ശൂന്യമാക്കപ്പെട്ടിട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ച് മാത്രം ജീവിക്കുന്നതിനെയാണ് നമ്മൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സ്പിരിച്വൽ എക്സസൈസ്, മെൻ്റൽ എക്സസൈസ്. ഇത് നമ്മൾ ഉപജീവന കാര്യങ്ങളുമായി സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, ക്രിസ്തുവിൻ്റെ ജീവനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഈ ഒരു ഫെയ്ത്തിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇന്ന് പലപ്പോഴും ആൾക്കാർ സഭകളെല്ലാം മുരളിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം ഈ ഫെയ്ത്ത് എന്തെന്ന് മനസ്സിലാകത്തുണ്ടല്ലേ. ഇന്നും നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടക്കുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിജ്ഞാനത്തിൻ്റെ വചനം ലഭിച്ച് ക്രിസ്തുവിനായി നോക്കി പാർക്കുന്ന ഒരു ജനമുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചയിൽ നിന്നൊക്കെ മിഷണറിമാർ പിള്ളേർ 20-22 വയസ്സ് അൺമാരീഡ് മിഷണറീസ് ഒത്തിരി പേര് പോകും. അപ്പോൾ ആൾക്കാർ ഞങ്ങളോട് പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സഭയിൽ നിന്ന് എന്താ ഇങ്ങനെ പോകുന്നത്? ഞങ്ങളുടെ സഭയിൽ നിന്ന് പോകുന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുള്ളതാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോഴാണ് മിഷണറിമാരുണ്ടാകുന്നത്. ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ അവർ ദുർഘട സ്ഥലങ്ങളിലേക്ക്, ക്രിസ്തുവിനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയും ജീവിതത്തെ റിസ്ക് ചെയ്ത് കർത്താവിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വാസത്താൽ അന്വേഷിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വാട്ട് വുഡ് ജീസസ് ഡു? ഈ ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്, ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുന്ന വിധങ്ങൾ ഇതെല്ലാം മാറിപ്പോവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ വിശ്വാസം എന്ന് പറയുന്ന അതിമഹത്തായ ദൈവിക ധനം, നമ്മൾ ആ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് എപ്പോഴും ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മൾ അനുദപിക്കുന്ന നമ്മുടെ ചില പാപങ്ങൾ വെച്ചാണോ, അതോ നമ്മളെക്കുറിച്ച് തന്നെയാണോ? നമ്മളെ തന്നെ ക്രൂശിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ട് രക്ഷയുടെ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് കണ്ടു. ആ രക്ഷയുടെ കാര്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും വലിയ രക്ഷ നമുക്ക് ദാനമായി തന്നതിനായി, ക്രിസ്തുവിനെ തന്നെ നമുക്ക് ദാനമായി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ എങ്ങനെ മഹത്വപ്പെടുന്നു. അങ്ങനെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. പുത്രൻ തന്നെ ഞങ്ങളുടെ രക്ഷയായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ ജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് ആ സ്വഭാവത്തിലൂടെ ഞങ്ങളെ നടത്തി, ആ തേജസ്സിലൂടെ കർത്താവ് ഞങ്ങളെ വീണ്ടെടുക്കുവാനുള്ള അങ്ങയുടെ പദ്ധതിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നതിൽ ഒരു മെറിറ്റും ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല. എല്ലാ മഹത്വവും കർത്താവിനെ ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും, വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും, ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ